ഒന്നുകിൽ ഞാൻ ചോദിച്ച 5000 രൂപ എനിക്ക് ഇപ്പൊ വേണം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. 5000 റുപ്യ പോയിട്ട് 100 റുപ്യ പോലും ഈ വീട്ടിലില്ല. ആ അതില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആധാരം എടുത്തത്. മര്യാദക്ക് ആധാരം അവിടെ വെച്ചോ, അതാ എനിക്ക് നല്ലത്. തളെ ചാവിട്ടി കൂട്ടു, ഞാൻ പറഞ്ഞേക്കാം. ആ മാറി നിന്നോളി. ബാപ്പേണൊന്നും ഞാൻ നോക്കൂല. സക്കറിയ അതങ്ങോട്ട് കൊടുക്കടാ. ആധാരം കൂടി തരാനാണ് എന്റെ പിന്നാലെ വരണ്ട, മാറി നിൽക്കണ നല്ലത്. ഞാൻ വല്ലതും ചെയ്തു പോകും. സ്വഭാവം ശരിക്കറിയാലോ. മാറി നിൽക്കാൻ. ഇന്നെ കൊല്ലാതെ എനിക്കത് കൊണ്ടുപോകാൻ കഴിയൂല. മാറാനാ പറഞ്ഞത്. വേണ്ടി വന്ന അതിനും ഈ സക്കറിയ മടിക്കൂല. സക്കറിയ, ആ എന്താ കാര്യം? തനിക്കൊരു കല്യാണാലോചനയും വന്നതാ. താലികെട്ട് അല്ല നിക്കാഹ്. അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഗംഭീരമാക്കി തരാം ഞാൻ. എനിക്കിപ്പോ പെണ്ണ് കെട്ടാൻ താല്പര്യമില്ല. മര്യാദയ്ക്ക് ജീപ്പിലോട്ട് കയറിയ നിക്കാഹിന്റെ ചടങ്ങ് പരമാവധി ലളിതമാക്കി തരാം ഞാൻ. ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വന്നാ ലോക്കപ്പിൽ പിന്നെ വെടിക്കെട്ടായിരിക്കും. വെടിക്കെട്ട്. എന്താ സാറേ പ്രശ്നം? ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. വകുപ്പ് പറയാനാണെങ്കിൽ കുറെയുണ്ട്. ഏതൊക്കെ വകുപ്പ് വെച്ച് ചാർജ് ചെയ്യണമെന്ന് സ്റ്റേഷനിലെത്തിയിട്ട് തീരുമാനിക്കും. ജാമ്യത്തിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കും. ഒരു സീനിയർ വക്കീലിനെ ചെന്ന് കാണ്. അയാൾക്ക് സാമർഥ്യവും നിങ്ങൾക്ക് ഭാഗ്യവും ഉണ്ടെങ്കിൽ ജാമ്യം പ്രതീക്ഷിക്കാം. സാറേ, ഈ വയസ്സിന് വേണ്ടി സാർ ഒരു ഉപകാരം ചെയ്യണം. ഇവനെ കോടതിയിലൊന്നും ഹാജരാക്കണ്ട. ലോക്കപ്പിലിട്ട് ഉരുട്ടി കൊന്നളി. ചോദിക്കാനൊന്നും ആരും വരൂല. എന്നിട്ട് ആ മയ്യത്ത് കൂടി തന്നാ മതി. ഞാൻ കബറടിക്കോളാം. കൊള്ളാം. എന്റെ കഞ്ഞുകൂടി മുട്ടിച്ചോളാന്ന് കാരണവർക്ക് വല്ല നേർച്ചയുണ്ടോ? സങ്കടം കൊണ്ട് പറഞ്ഞതാ സാറേ. ഈ ഇബിലീസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാണ്ടായി. പിടിച്ച് കേട്ടടാ വണ്ടിയില്. സാറേ, ഇവിടുത്തെ ഒരു ആധാരം ഓന്റെ കയ്യിലുണ്ട്. ഒന്ന് വാങ്ങിച്ചു തരണം. വലിയ ഉപകാരം. പുറത്താരാ അമ്മ വന്നത്? പോലീസ്. പോലീസോ? ആ, അവര് സക്കറിയാനെ പിടിച്ചോണ്ട് പോയി. ആവൂ, കുറച്ച് ദിവസം സമാധാനമായിട്ട് കിടക്കാലോ.
ഇക്ക ഇക്ക അതെടുക്കല്ലേ പ്ലീസ്. ഇക്ക അതെടുക്കല്ലക്ക. ഇക്ക പ്ലീസ്. ഇക്ക അതെടുക്കരുത് പ്ലീസ്. മരുന്ന് വാങ്ങാനുള്ള കാശ നാട്ടുകാര് സഹായിക്കണത്. നിനക്കിനി എന്തിനാ ഞാൻ മരുന്ന്? ഉടലൊക്കെ മരിച്ചു കഴിഞ്ഞില്ലേ? തലക്ക് മാത്രമല്ല ജീവനുള്ളൂ. എന്നാ ആ ജീവനും കൂടി ഇക്ക അങ്ങ് എടുക്ക്. ജീവിതത്തിൽ അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഇക്ക എന്നോട് ചെയ്യണം. ആ സമയമാവുമ്പോ അങ്ങനെ ഒരു ഉപകാരം ഞാൻ തന്നെ ചെയ്തോളാം. അതിന് ഇനി ഒരു പ്രത്യേക സമയമുണ്ടോ? ഉണ്ട്. സ്വത്ത് ഓഹരി വെക്കുമ്പോ അന്ന് നീ ഇവിടെ ഉണ്ടായാൽ എന്റെ വിഹിതം കുറയും. അതുവരെ നീ ജീവിക്ക്. എന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാ മതി. എന്തിനാ മോനെ കരയണത്? ഒന്നുമില്ലമ്മ. ഇക്കാനെ കോടതി തൂക്കിക്കൊല്ലാൻ വേണ്ടി പ്രാർത്ഥിച്ചു പോയി. എനിക്ക് വേണ്ടിയിട്ടല്ല, ഉമ്മാക്കും ഉപ്പാക്കും സ്വൈര്യം കിട്ടാൻ. ഉപ്പാക്കും ഉമ്മാക്കും മരിക്കണവരെ മക്കളെ കൊണ്ട് സ്വൈര്യം കിട്ടൂല. ഈ സ്വൈര്യക്കേടെ ഞങ്ങള് പടച്ചോനോട് എരന്ന് വാങ്ങിയതാ. അങ്ങനെയൊന്നും പറയരുതുമ്മ. മോൻ കഞ്ഞി കുടിക്ക്.